ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഏത്തക്ക നിറച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അതിനകത്ത് 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അന്നേരം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ ഇത് ഗോതമ്പ് പൊടിക്കകത്തോ മൈദക്കകത്തോ എടുക്കുകയാണെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയായിരുന്നു. ഞാനങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് എള്ള്, കുറച്ച് പഞ്ചസാര. അതിനുള്ള ഫില്ലിംഗ് ആണിത്. ഇത് കുറച്ച് തേങ്ങ, ചുക്കുപൊടി, ജീരകപ്പൊടി, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ അതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ എത്രയാണോ വേണ്ടത് നമുക്കറിയാമായിരിക്കുമല്ലോ എത്രയും വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് എടുക്കുക. ഞാനിത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അന്നേരം നമ്മുടെ ആ ഒരു മിക്സിനകത്തോട്ട് ഞാൻ കടലമാവാണ് ചേർത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കടലമാവിനെക്കാട്ടിലും എനിക്ക് തോന്നിയത് മൈദയാ ടേസ്റ്റി ആയിട്ട് തോന്നി. അല്ലെങ്കിൽ ഗോതമ്പൊടി എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ കടലമാവിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. അന്നേരം ഞാൻ ഏത്തക്കയൊക്കെ രണ്ടായിട്ട് കീറിയിട്ട് ഒന്ന് പൊളന്ന് വെച്ചിട്ടുണ്ട്. പൊളന്ന് പോകുകയും ചെയ്യില്ല. ആ ഒരു ഫില്ലിങ് അതിനകത്തൊക്കെ ഇരിക്കത്തക്ക രീതിയിൽ ഒന്ന് പൊളന്ന് വെച്ചിട്ടുണ്ട്. ഇടത് കൈകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും നന്നായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ക്ഷമിക്കുക. ഞാൻ ഇത് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ ഏത്തപ്പഴത്തിനുള്ളിൽ ഇത് നന്നായിട്ട് നിറച്ച് മുക്കി പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ കടലമാവിനകത്ത് എടുക്കണ്ട. കടലമാവിനെക്കാട്ടും നല്ലത് ഗോതമ്പൊടിയോ റവയോ മൈദയോ ആണ് കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. മൈദയിൽ എടുക്കുമ്പം വേറൊരു ടേസ്റ്റ്. ഇഷ്ടമുള്ളവർക്ക് എന്താണോ എന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാനെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല പൊളിക്കാച്ചി ടേസ്റ്റ്. എന്തായാലും ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നവരായിരിക്കുമല്ലോ. അന്നേരം ഇതുപോലൊക്കെ ഇച്ചിരി തേങ്ങയും പഞ്ചസാരയാണെങ്കിലും മതി. ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊളി ടേസ്റ്റ്. ഇപ്പോൾ ഏത്തപ്പഴത്തിന് ഇച്ചിരി മധുരം കുറവാണെങ്കിലും ആ ഒരു ഫില്ലിങ്ങിൻ്റെ മധുരം കൊണ്ട് അതങ്ങ് ബാലൻസ് ആയിക്കോളും. പിന്നെ നന്നായിട്ട് ആ മാവ് വരണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. നോ പ്രോബ്ലം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട. ഇനി ഇരുന്നൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആകുമല്ലോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ചൂടോടെ ഈ മഴ സമയത്തൊക്കെ ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും ചൂടോടൊക്കെ കഴിക്കാൻ നല്ലൊരു ചായയോ അല്ലെങ്കിൽ ഒരു സുലൈമാനിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത്തക്കാപ്പം ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ് വെച്ചേ നിങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നെങ്കിൽ ഒന്ന് പോയൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.